ഇന്ന് കേരളത്തിൽ ഏറ്റവും സെൻസേഷണലായ രണ്ട് ന്യൂസുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തെ ന്യൂസ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ്. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ റീനയെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയുടെ നിയമവശങ്ങൾ. കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 143-ൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യാം. ആക്ടിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം, പക്ഷേ ദേവന്മാരുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാനായി പറ്റില്ല. ഇവിടെ ഭാരതാമ്മ, പത്മനാഭൻ, അയ്യപ്പൻ, ബലിദാനികൾ, കോൺഗ്രസ് കൗൺസിലർ ഉമ്മൻചാണ്ടിയുടെ പേരിലൊക്കെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി BJP കൗൺസിലർമാരെയും കോൺഗ്രസ് കൗൺസിലറെയും സത്യപ്രതിജ്ഞ അസാധുവാക്കിയിരിക്കുന്നത്. കൗൺസിലർമാരും MLA-മാരും ജനപ്രതിനിധികളും ശ്രദ്ധിക്കുക, സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യാം, ദേവന്മാരുടെ പേരിലോ മറ്റുള്ള പേരിലോ ചെയ്യുവാനായി സാധിക്കും. രണ്ടാമത്തെ ന്യൂസ് നമുക്കെല്ലാവർക്കും അറിയാം, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീനയെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ ഡോക്ടർ റീനയെ സ്ഥലം മാറ്റി. തുടർന്ന് ആ ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുമ്പോൾ, ഒരു ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം സമീപിക്കാൻ പറ്റുന്ന ഫോറം കേറ്റാണ്, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ്. അപ്പോൾ അവിടെ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആദ്യം കിട്ടുന്നത് ഒരു ടെമ്പററി സ്റ്റേ കിട്ടും. അപ്പൊ അങ്ങനെ ഈ ഗവൺമെന്റ് ഓർഡറിന്, ഈ ട്രാൻസ്ഫർ ഓർഡറിന് അവിടെ നിന്നൊരു സ്റ്റേ കിട്ടി. അപ്പോൾ അവരങ്ങനെയാണ് ഈ ഡോക്ടർ റീന ആ ആരോഗ്യവകുപ്പ് ഓഫീസിൽ തിരികെ വന്നത്. പക്ഷെ ആ സമയത്ത് ഗവൺമെന്റ് ഹൈക്കോർട്ടിൽ അപ്പീൽ പോയി, ഈ കേറ്റിലെ ഓർഡറിന് അപ്പീൽ പോയി. അവിടുന്ന് ഈ കേറ്റിലെ ഓർഡർ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അങ്ങനെ അവർക്ക് അവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ തുടരാൻ സാധിച്ചില്ല. അവർക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു.